നാളെ IT എക്സാം ആണ്. സ്കൂൾ ടെസ്റ്റ് ഒന്നുമല്ല, SSLCയുടെ ഭാഗമായുള്ള ഒരു IT എക്സാം. അപ്പോൾ എങ്ങനെയാണ് നീ പ്രിപ്പയർ ചെയ്തതെന്ന് അവനോട് തന്നെ നമുക്ക് ചോദിച്ചു. യെസ്, നാളെയാണ്. അങ്ങനെ 10ാം ക്ലാസ്സായി, SSLC ആയി, ഉത്തരവാദിത്വമൊക്കെ ആയി, ആ പരീക്ഷയായി. അതിൽ IT എക്സാം ആണ് നാളെ തുടക്കം. IT എക്സാം ആണ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള വിഷയങ്ങളുടെ മോഡൽ എക്സാം കഴിഞ്ഞ് മാർച്ചിനാണ് മെയിൻ എക്സാം. നീ പറഞ്ഞ എങ്ങനെ ITക്ക് പ്രിപ്പയർ ആയതെന്നല്ലേ? സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ITക്ക് 2 ടെക്സ്റ്റ് ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പരീക്ഷയ്ക്ക് തിയറിയും പ്രാക്ടിക്കലും ഉണ്ട്. തിയറിക്ക് വേണ്ടി പുസ്തകം ടെക്സ്റ്റ് ബുക്ക് 2 എണ്ണം ഉണ്ട്. 2ഉം നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. കാരണം എവിടെ നിന്നാണ് ചോദ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നോക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മുൻപ് ചോദിച്ചിട്ടുള്ള പല ചോദ്യങ്ങളും ഇത്തവണയും പല പരീക്ഷകളിലൊക്കെ ആവർത്തിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലുള്ള പല വീഡിയോസും ഉണ്ടല്ലോ തിയറിയുമായി ബന്ധപ്പെട്ട, അതൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് തിയറി എക്സാമിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തത്. പ്രാക്ടിക്കലിന് വേണ്ടി ചെയ്തത് ഇതുപോലെ തന്നെ ഓരോ പാഠവുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ വർക്കുകൾ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാവോ ആ രീതിയിലുള്ള എല്ലാ പ്രാക്ടിക്കൽ വീഡിയോസും കണ്ടിട്ടുണ്ട്. മാത്രമല്ല സ്കൂളിൽ ഞങ്ങൾക്ക് ടീച്ചർ ശനിയാഴ്ചകളിൽ എക്സ്ട്രാ ക്ലാസ് ഒക്കെ വെച്ച് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം തന്നിട്ടുണ്ട്. അതുപോലെ വീട്ടിൽ നമുക്കൊരു കമ്പ്യൂട്ടർ ഉണ്ട്. അതിലും കിട്ടുന്ന സോഫ്റ്റ്വെയറിൽ ഏതൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അതാണ് പ്രാക്ടിക്കലിന് ഏറ്റവും ആവശ്യം. കാരണം നമ്മൾ എത്ര പഠിക്കാൻ ശ്രമിച്ചാലും ഒന്ന് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്കത് പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് അതും അത്യാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് ഇത്തവണത്തെ എന്റെ SSLC പരീക്ഷയ്ക്ക് പുസ്തകം വായിച്ചു, പ്രീവിയസ് ഇയർ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടു, അതുപോലെ പ്രാക്ടിക്കലിന്റെ ക്ലാസ്സും അത് പ്രാക്ടീസും ചെയ്തു. ഇങ്ങനെയായിരുന്നു എന്റെ IT എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ. എനിക്കിതൊന്നും മനസ്സിലായില്ല, പക്ഷെ എല്ലാ SSLCക്കാർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ വെച്ച് നിങ്ങൾ IT എക്സാമിനൊക്കെ പ്രാക്ടീസ് ചെയ്യുക.